ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. 18 വയസ്സിന് ശേഷമുള്ളവർ മാത്രം ട്രേഡിലേക്ക് ഇറങ്ങുക. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും നന്നായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങേണ്ടത്. പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ട്രേഡിങ്ങിൽ. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഒരുപാട് മണി മാനേജ്മെൻറ്റുകളൊന്നുമില്ല നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ. ആകെ 2 ടൈപ്പ് ഓഫ് മണി മാനേജ്മെൻറ്റാണ് ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് നമ്മൾ 2 ഫോർമാറ്റും ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടാണ്. നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു മണി മാനേജ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, പണ്ട് കാലങ്ങളിൽ. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തോളം ഇതിൻ്റെ പുറകെ നിന്ന് നമ്മൾ അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൽ വെച്ച് ട്രേഡ് എടുത്തും ഒക്കെ ചെയ്തതിന് ശേഷം ഞാനൊരു ഫോർമാറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പറയുന്നത് മായാവി TTM എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈപ്പ് ഓഫ് മണി മാനേജ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ മാത്രമായിരിക്കും. ഓക്കെ, പിന്നെ ഇത് ഡോളറിൽ ആദ്യത്തെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുപ്പീസിൽ മാത്രമായിരുന്നു. അപ്പോൾ ഡോളറിലും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലൊക്കെ, കാരണം എല്ലാവരുടെ ബാലൻസ് ചിലപ്പോൾ ചിലർ INR-ലായിരിക്കും ട്രേഡ് ചെയ്യുക, ചിലർ ഡോളറിലായിരിക്കും ട്രേഡ് ചെയ്യുക. അപ്പോൾ ഈ 2 പേർക്കും കൂടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കംഫോർട്ടായിട്ടുള്ളൊരു ഇതും കൂടെ ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീ ഗ്രൂപ്പാണ്. ഓക്കെ, ടെലിഗ്രാമിൻ്റെ. അപ്പോൾ ഇതിൽ മായാവി ട്രേഡിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ, ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു രാവിലെ ഒരു 10 മണിക്ക്, 11 മണിക്ക്, 11:30 ആവും, 11:30ക്ക്, 2 മണിക്ക്, 9 മണിക്ക് ഒക്കെ ഞാൻ ഞാൻ ട്രേഡ് എടുക്കുന്നതാണ്. ആ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ട്രേഡിൻ്റെ കോപ്പി വേണം. എന്നോടൊപ്പം ഇരുന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടിയും, ഞാൻ എടുക്കുന്ന ട്രേഡിൻ്റെ കോപ്പി നിങ്ങൾക്കും ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് VIP ഗ്രൂപ്പിൽ, എൻ്റെ VIP ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ചേരാം. അപ്പോൾ VIP ഗ്രൂപ്പിൽ ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടക്സിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ടാവും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പുതിയ ഒരു Gmail ഉപയോഗിച്ചിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എനിക്ക് അതിൻ്റെ ID അയച്ചു തരിക. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നേരത്തെ നിങ്ങൾക്ക് കോട്ടക്സിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഓൾറെഡി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. പ്രോപ്പറായിട്ട് ഡിലീറ്റ് ചെയ്യണം. പ്രൊഫൈലിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്പോൾ ഒരു ഡീആക്ടിവേഷൻ ലിങ്ക് വരും നിങ്ങളുടെ മെയിലിലേക്ക്. അതും കൂടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു Gmail, പഴയ Gmail ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പിന്നെയും പറയുന്നു, പുതിയൊരു Gmail ഉപയോഗിച്ചിട്ട് വേണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. ഓക്കെ, ജസ്റ്റ് റിസൾട്ടും കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഈ ഗ്രൂപ്പിലിടുന്നത്. ഓക്കെ, ഇതങ്ങോട്ട് ക്ലിക്ക് പോട്ടെ. ഇത് നമ്മുടെ VIP ഗ്രൂപ്പ്. ഓക്കെ, VIP ഗ്രൂപ്പ് ഇതാണ്. ഓക്കെ, സിഗ്നൽസ് ഇതാണ് ഞാൻ എടുക്കുന്ന സിഗ്നൽസ്. ഞാൻ അതേപോലെ തന്നെ കോപ്പിയും കാര്യങ്ങളും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീനെ കുറിച്ച് പറയാം. ഓക്കെ, ആദ്യം ബൈനറി ട്രേഡിങ്ങിൽ ആദ്യത്തെ സ്ട്രാറ്റജി അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിളിംഗ് ആയിരുന്നു. ഡബിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 100 രൂപയ്ക്ക് ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നു വിചാരിക്കുന്നു. 100 രൂപയ്ക്ക് ഒരു ട്രേഡ് എടുത്തു. അത് ലോസ് ആവുകയാണെങ്കിൽ 200 രൂപയ്ക്ക് എടുത്തു. അത് ലോസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് സിഗ്നലിൽ നമ്മൾ 400 രൂപയ്ക്ക് എടുത്തു. അത് ലോസ് ആവുകയാണെങ്കിൽ MTG 800 രൂപയ്ക്ക് എടുത്തു. ഇങ്ങനെ ഒരു മൾട്ടിപ്ലൈ ചെയ്ത് ഡബിൾ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമായിരുന്നു പണ്ട്. എനിക്ക് തോന്നുന്നു 99% ട്രേഡർമാരും ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമായിരുന്നു പണ്ടിത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2000 രൂപ ക്യാപിറ്റലുള്ളവർ അല്ലെങ്കിൽ ഒരു 5000 രൂപ ക്യാപിറ്റലുള്ളവൻ്റെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാൻ അധികം സമയം വേണ്ടി വരില്ല, മാർക്കറ്റ് മോശമാണെങ്കിൽ. ഓക്കെ, മാർക്കറ്റ് നല്ലതാണെങ്കിൽ ഓക്കെ, മാർക്കറ്റ് മോശമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് വാഷ് ഔട്ടാകും, ബ്ലോ ആയിപ്പോവും. ഓക്കെ,
ഇനി ഈ ഒരു സിസ്റ്റം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടുപിടിച്ചതാണ് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് എന്താ മിസ്ലിനിയോ എന്താ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഓക്കെ, ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് പിന്നെ കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഇത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു 50,000 രൂപയാണ് നമ്മുടെ ക്യാപിറ്റലെങ്കിൽ ഓക്കെ, ഇവിടെ നമ്മൾ ഒരു 6/1 ഇതുണ്ട്. ഇത് നിങ്ങൾക്ക് ഫോർമാറ്റൊക്കെ എങ്ങനെ ചെയ്യുന്നത് ഓൾറെഡി വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ വിന്നാണെങ്കിൽ W എന്ന് അടിച്ചാൽ മതി, ലോസ് ആണെങ്കിൽ എന്താ നമ്മൾ ഇതടിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് 6 ട്രേഡിൽ ഒരു വിന്നെങ്കിലും നമ്മൾ എടുത്തിരിക്കണം, എങ്കിൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. കണ്ടിന്യൂസ് 6 ലോസ് വരികയാണെങ്കിൽ നമ്മൾ എന്തായി, നമ്മുടെ അക്കൗണ്ട് 0 ആയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു മണി മാനേജ്മെൻറ്റ് സിസ്റ്റവും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഇനി മായാവി ട്രേഡിംഗ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കണ്ടുപിടിച്ച ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു മണി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് TTM എന്ന് പറയുന്നത്. മായാവി ട്രേഡിങ്ങിൻ്റെ TTM എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇവിടെ നേരത്തെ ഫോർമാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു, ഓക്കെ, ആ സിഗ്നൽ ലോസ് ആവുകയാണെങ്കിൽ വേറെ ആരും പറയില്ല MTG എടുക്കണമെന്ന്. നിങ്ങൾ തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇതിലും അതുപോലെ തന്നെ എന്താ പറയുക പല സമയത്തും നിങ്ങൾക്കിപ്പോൾ 2,000 രൂപ 5,000 രൂപയാണ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ 10,000 രൂപ 25,000 രൂപ 50,000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് എടുക്കണം, എത്ര രൂപയാണ് നിങ്ങൾക്ക് എന്താ പറയുക ഇത് ഫസ്റ്റ് ട്രേഡ് എടുക്കേണ്ടത്, സെക്കൻഡ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ല. നിങ്ങളുടെ ക്യാപിറ്റലുണ്ട്, അതങ്ങോട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ എന്താ പറയുക ഇട്ട് ട്രേഡ് ചെയ്തെടുക്കണം. ലോസ് വന്നാൽ വലിയൊരു ലോസ് വരും. ഓക്കെ, ഇപ്പോൾ ഒരു 500 രൂപ വന്നു, 500 രൂപ ഇട്ട് നോക്കാം, അത് ലോസ് വന്നു. പിന്നെ അടുത്ത എമൗണ്ട് നിങ്ങൾക്ക് പേടിയായിട്ട് നിങ്ങൾ ഇടുന്ന എമൗണ്ട് ചിലപ്പോൾ എത്രയായിരിക്കും, ചിലപ്പോൾ 1000 ഇടും, ചിലപ്പോൾ 100 രൂപ ഇടും, അല്ലെങ്കിൽ 70 രൂപ ഇടും. അപ്പോൾ എങ്ങനെ കളിച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക എൻഡ് ഓഫ് ദ സെക്ഷൻ നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് വരില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ TTM വന്നത്. TTM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണി മാനേജർ വെച്ചാൽ നിങ്ങൾ എത്ര രൂപയാണോ ഇടേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 7-ാം തീയതിയാണ്, കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, കെട്ടടി 11 AM. ഓക്കെ, ഇതാ കണ്ടോ, ഞാൻ സെക്ഷൻ തുടങ്ങുന്നതിന് ഒരു സിമ്പിൾ ഒരു പിക്ചർ ഇട്ടു, അതിനുശേഷം ടാർഗറ്റ് 2%. അപ്പോൾ നിങ്ങളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ തന്നെയാണ്, ഇവിടെ 2% അടിച്ചു. ഓക്കെ, പിന്നെ ട്രേഡ് എമൗണ്ട് 75 റുപ്പീസ് കണ്ടോ. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ ഇപ്പോൾ ഇവിടെ ഒരു 50,000 രൂപയാണെങ്കിൽ ഞാനിവിടെ 75 കണ്ടോ, ട്രേഡ് എമൗണ്ട് 75. അപ്പോൾ ഞാനിവിടെ 75 അടിച്ചു. അപ്പോൾ എനിക്ക് ട്രേഡ് ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ 75 ഞാൻ കൊടുത്തത് നിങ്ങൾ അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ യുവർ ട്രേഡ് എമൗണ്ട് ഫസ്റ്റത്തെ ട്രേഡ് ഞാൻ എടുക്കേണ്ടത് 750 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇത്? ഓക്കെ, MTG 74 രൂപയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ട്രേഡ് എമൗണ്ട് 75, MTG ഞാൻ 74 രൂപയാണ്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണ ഇവിടെ MTG എത്ര വരണമായിരുന്നു? 150 രൂപ വേണമായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ MTG 74 രൂപയുള്ളൂ. അതിൻ്റെ അർത്ഥം ലോസ് വന്നാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് വലിയൊരു ലോസിലേക്ക് പോകില്ല. അത് ചെറിയ ചെറിയ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ ആ സെക്ഷൻ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരും. നോക്കിക്കേ, അവിടെ വന്നു, വിന്നായി, അടുത്ത എമൗണ്ട് 133, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നോക്കിക്കേ, നമ്മുടെ 2% ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്. 100 ഡേയ്സിന് നമ്മുടെ പ്ലാനുകളാണ് ഇതൊക്കെ. ഓക്കെ, പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ എനിക്ക് തരണമെന്നോ അല്ലെങ്കിൽ പൈസ ഇതാക്കണമെന്നല്ല, ജസ്റ്റ് ഒരു പ്ലാനാണ്, നമ്മുടെ എയിമാണ്. നമുക്ക് 100 ദിവസം കൊണ്ട് നമുക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ 25 ദിവസം കൊണ്ട് അങ്ങനെയുള്ള ഒരു ചാർട്ടാണ്. ഓക്കെ, ഇതുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫോർമാറ്റ്. ഇനി ഡോളർ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഡോളർ എത്രയുണ്ട്, ഒരു $100 ഉണ്ടെന്ന് വെക്കുക. $100 ഉണ്ടെന്ന് വെക്കുക. നമ്മുടെ ടാർഗറ്റ് 2% ആണെന്ന് വെക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നിങ്ങളോട് ഇന്ത്യൻ രൂപയിലാണ് ഞാൻ നിങ്ങളോട് പറയുക. ട്രേഡ് എമൗണ്ട് 75, നിങ്ങളിവിടെ 75 എന്ന് അടിച്ചു. ഇന്ത്യൻ രൂപയിൽ നിങ്ങൾ അടിച്ചു.
നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ട എമൗണ്ട് വരുന്നത് ഡോളറിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? യുവർ ട്രേഡ് എമൗണ്ട് $2. നിങ്ങളത് $100 നിങ്ങളത് ക്യാപിറ്റലുണ്ട്, ടാർഗറ്റ് 2 ആണ്. ഞാൻ ട്രേഡ് എമൗണ്ട് 75 റുപ്പീസ് എന്നേ പറയുള്ളൂ, രൂപയിലാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങളത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് എമൗണ്ട് വരും, നിങ്ങൾ എടുക്കേണ്ട ട്രേഡ്, ഫസ്റ്റ് ട്രേഡ് എടുക്കേണ്ടത് 2 രൂപയ്ക്കാണ്. ഇനി ഞാൻ MTG 74 എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ $1 എടുക്കുക. $1 അല്ല, $1 ചില്ലാനം വരും. അത് ഞാൻ അതും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ഞാൻ ചെയ്തു തരും. ഓക്കെ, ഫോർമാറ്റ് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഡോളർ ഉള്ള വ്യക്തിക്കും ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ INR ഉള്ള വ്യക്തിക്ക് ഓക്കെ ഈ ഫോർമാറ്റ് ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ, ഇതാണ് എൻ്റെ ക്യാപിറ്റൽ നോക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അത് ടൈപ്പ് ചെയ്യുക. ഡെയിലി ഞാൻ എത്രയാണോ ടാർഗറ്റ് പറയുന്നത്, ഈ ടാർഗറ്റ് എത്രയാണോ പറയുന്നത്, 2 ആണോ 3 ആണോ എന്നുള്ളത് നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. 3 ആണെങ്കിൽ 3 സെറ്റ് ചെയ്യുക, 2 ആണെങ്കിൽ 2 ഇവിടെ ടൈപ്പ് ചെയ്യുക. ട്രേഡ് എമൗണ്ട് ഇവിടെ ഞാൻ പറയും. ഫസ്റ്റ് ട്രേഡ് എമൗണ്ട് എത്രയാണ് ഞാൻ പറയുന്നത്. 100 രൂപയാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ 100 മാത്രം അടിക്കുക. അതിനുശേഷം യുവർ ട്രേഡ് എമൗണ്ട് 5074. കണ്ടോ, നിങ്ങളുടെ ഫസ്റ്റത്തെ ട്രേഡ് എമൗണ്ട് 5074 ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് സെറ്റ് ചെയ്യുക, ട്രേഡ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ എങ്ങനെയാണ് സിഗ്നൽസ് വരുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ഇപ്പോൾ ഈ ഒരു ലാസ്റ്റത്തെ ഇനി വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നേരത്തെ 2 ഫോർമാറ്റുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതിലും പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. ഇത്രയും കാലം പ്രോഫിറ്റ് നേടിയിരുന്നത് അതേപോലത്തെ ഫോർമാറ്റിലാണ്. പക്ഷെ അത് ചെറിയ ക്യാപിറ്റലുള്ളവർക്ക് പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതൊക്കെ വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ചെറിയ ക്യാപിറ്റലാകുമ്പോൾ ആ ഒരു മണി മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതാണ് ചെറിയ ക്യാപിറ്റലുള്ളവർക്കും വലിയ ക്യാപിറ്റലുള്ളവർക്കും ഇതാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, പെർ ഡേ 2% കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് വലിയൊരു എമൗണ്ടാണത്. പക്ഷെ നമ്മളെന്ത് ചെയ്യും, 1000 രൂപയുടെ എനിക്ക് 2000 റുപ്പീസ് പെർ ഡേ എനിക്ക് പ്രോഫിറ്റ് വേണം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതൊരു ഗ്യാംബ്ലിംഗ് ആണ്. അതൊരിക്കലും നിങ്ങൾക്ക് നിലനിൽക്കില്ല. ഒരു ദിവസം കിട്ടുമായിരിക്കും, പക്ഷെ അതൊരിക്കലും നിലനിൽക്കില്ല. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് എന്തായാലും അത് വാഷ് ഔട്ട് ചെയ്ത് കളയും. കാരണം ലിമിറ്റേഷൻ ഇല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് അത് എന്ത് ചെയ്യും, വാഷ് ഔട്ട് ആക്കി കളയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, താല്പര്യമുള്ളവർ നമ്മുടെ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർ കേട്ടോ, എല്ലാവരോടും ഞാൻ പറയുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഓക്കെ, ഇപ്പോൾ 11:30-ക്കും 2 o'clock-നും 9 o'clock-നും ഒക്കെ ഉണ്ട്. ഇതേപോലെ ഞാനിങ്ങനെ നമുക്ക് ആദ്യം ടാർഗറ്റ് തരും. അതിനുശേഷം എന്താ പറയുക, ട്രേഡ് എമൗണ്ട് എത്രയാണെന്ന് ഞാൻ പറയും. അതിനുശേഷം ഏത് പേരിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയും. ഓക്കെ, അത്രയേ ഉള്ളൂ. അതുമാത്രമല്ല നിങ്ങൾക്ക് MTGൻ്റെ എമൗണ്ടും കൂടെ ഞാൻ പറയും. പണ്ടങ്ങനെയല്ല, നിങ്ങളുടെ തോന്നിയ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ MTG എടുക്കുന്നു, അത് പറ്റില്ല. ഇനി MTGയും കൂടി ഞാൻ പറയും, എമൗണ്ട് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല. നിങ്ങളുടെ ക്യാപിറ്റലിൽ നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപയ്ക്ക് ട്രേഡ് എടുക്കണം, എത്രയാണ് പ്രോഫിറ്റ് വരുന്നത്, ഇതൊന്നും നിങ്ങൾക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തരും. മനസ്സിലാവുന്നുണ്ടോ? MTG വന്നു കഴിഞ്ഞാൽ MTG ഇത്ര പൈസ, ട്രേഡ് എടുക്കേണ്ടത് ഇത്ര പൈസ, അങ്ങനെ ഓൾറെഡി ഞാൻ പറയും. പിന്നെ ഇവിടെ നോക്കിയേ, NSD കാർഡ് തന്നു, ട്രേഡ് എമൗണ്ട് 75 NSD കാർഡ് പറഞ്ഞു. ഇവിടെ MTG ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടോ, കാരണം വെച്ചാൽ ആ ഒരു ക്യാൻഡിൽ 100% ഷുവർ ഷോട്ടാണ്. അത് 100% അത് വിന്നാവും. പിന്നെ എന്തിനാണ് MTG പറയണേ? മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അവിടെ MTG പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നോക്കിക്കേ, 2% ടാർഗറ്റ്. ഇപ്പോൾ 2% ഒരു 50,000 രൂപയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് 2% എന്ന് പറഞ്ഞാൽ പെർ ഡേ 1000 റുപ്പീസ് കിട്ടി. പെർ ഡേ അല്ല, പെർ സെക്ഷനാണ് കേട്ടോ. നമുക്ക് 3 സെക്ഷൻ ഉണ്ട്, പെർ സെക്ഷനാണ് നിങ്ങൾക്ക് 1000 റുപ്പീസ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് പെർ സെക്ഷൻ എടുക്കാം. ഇപ്പോൾ 3 സെക്ഷൻ ഉണ്ടെങ്കിൽ 3 സെക്ഷനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. 3 എണ്ണം ചെയ്യുന്നവർ 3 എണ്ണം ചെയ്യാം, 1 എണ്ണം ചെയ്യുന്നവർ 1 എണ്ണം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തോളുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളുക. മൺഡേ മുതൽ നമ്മൾ
എന്താ പറയുക സാറ്റർഡേ സൺഡേ ഞാൻ അധികം ഫോക്കസ് കൊടുക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ മാർക്കറ്റ് ഫുള്ളി OTC മാർക്കറ്റാണ്. ഫ്ലക്ച്വേഷൻ നല്ല ഉണ്ടാവും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നമ്മൾ വെറുതെ കളയാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, സോ മൺഡേ മുതൽ എല്ലാവരും ഇതായിക്കോളൂ. ഓക്കെ, ഇനി ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളവരൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തോളൂ, ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ജോയിൻ ചെയ്തോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചോ. ചിലപ്പോൾ റിപ്ലൈ നിങ്ങൾക്ക് കുറച്ച് വൈകുമായിരിക്കും, കാരണം എനിക്ക് ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കണ്ടേ. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മാത്രമല്ല, ബൈനറി മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ ചെയ്യുന്നുണ്ട്, ഗോൾഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് അത് ചെയ്യുമ്പോൾ അതിനായിട്ട് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുകയും വേണ്ടേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ഡിലേ ആവും, പക്ഷേ 100% നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. ഓക്കെ, താങ്ക് യു.